ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ അതിന് ഇത്രയും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും അതുപോലെ ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പൂടി ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത്. ഇനി ഇതിനകത്ത് 2 പഴം, ചെറിയ പഴം, 2 പഴം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നുള്ളു സോഡാപ്പൊടി. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായി അടിച്ചുകൊണ്ട് വരാം. ഇത് ദാണ്ട മിക്സിയിലിട്ട് അടിച്ച് മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കത്തുള്ളൂ. എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. ഞാൻ ചെറിയ ബോളുകളാക്കി ഇതിനകത്തോട്ട് ഇടുകയാണ്. ചെറിയ ബാളുകളാക്കി ഞാൻ അതിട്ടിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിടാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. വീണ്ടും ഞാൻ ഉരുട്ടിയിട്ടു. അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്. വൈകുന്നേരം നമുക്കൊന്ന് ചായയോ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അത്യാവശ്യം ഇതൊക്കെ മതി. കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു ടേസ്റ്റ് ഉണ്ട്.